ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പം റിപ്പോർട്ട് വന്നപ്പോൾ കുറേ മാധ്യമങ്ങളൊക്കെ ഭയങ്കര അലമുറ ഇടുന്നത് ഒരു അത്ഭുതമില്ല. സിനിമാ ഫീൽഡിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം എന്താ പറയുക, സർവ്വസ്വാഭാവികമായി എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഇത് പണ്ട് മുതലേ സംസാരിക്കുന്ന വിഷയങ്ങളാണ്. പിന്നെ കാസ്റ്റിംഗ് കൗച്ച് അത് ഓൾറെഡി ഉള്ള കാര്യമാണ്. അതിപ്പോഴും ഉണ്ടെന്ന് നിലവിലുള്ള കാര്യം തന്നെയാണ്. അതൊന്നും വലിയ കുറ്റമൊന്നുമല്ല. കാസ്റ്റിംഗ് കൗച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ പറയുമാതിരി സെക്ഷുവലായിട്ട് യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ആണുങ്ങൾക്കും ഉണ്ട് കാസ്റ്റിംഗ് കൗച്ച്. ഈ പറയുമാതിരി ആണുങ്ങളെ സെക്ഷുവലായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നല്ല അതിനർത്ഥം. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹേമ കമ്മീഷൻ മുമ്പാകെ ഈ പറയുമാതിരി WCC കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. ഈ പറയുമാതിരി സമൂഹത്തിലെ നല്ല സ്ത്രീകളായിട്ട് മാത്രം ഇവരെ അവരോധിക്കണം, അല്ലെങ്കിൽ ഈ പറയുമാതിരി റെപ്യൂട്ടേഷനുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ കൊടുക്കാൻ വെക്കൂ സ്ത്രീകൾക്ക്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചയാണ്, ഒരു നിലവാരമൊക്കെ എടുത്ത് കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ പറയുമ്പോൾ പഴയ ക്ലാസിക് സിനിമകളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു സിനിമയാക്കുന്നത് ആ പശ്ചാത്തലവും അല്ലെങ്കിൽ അവിടെ ഒരു നമ്മുടെ ജീവിതമായിട്ടൊക്കെ ഇതായിട്ട് തോന്നുമ്പോൾ ഈ ഒരു സിനിമയിൽ ഫുള്ള് ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രം, അല്ലെങ്കിൽ റെപ്യൂട്ടേഷനുള്ള ജോലിയിലുള്ളവർ മാത്രം വേണം സിനിമയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ. ഒരിക്കലും നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പം അങ്ങനെ വേണമെന്നൊക്കെ പറയുന്ന ഈ WCCയുടെ നിലപാടിനോട് അത്ര എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ ബാക്കി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതിനെതിരെ നിൽക്കുന്ന കാര്യങ്ങൾ വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് പറയുന്ന പിന്നെ പീഡനങ്ങൾ, ഈ പറയുമാതിരി കാസ്റ്റിംഗ് കൗച്ചിലുണ്ടാകുന്ന ഈ പറയുമാതിരി സ്ത്രീകളെ അബ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, പിന്നെ നിന്നുകൊടുത്തവർ ഈ പറയുമാതിരി മീറ്റു കണക്കുള്ള സംഭവങ്ങൾ ഒക്കെ ഉണ്ട്. ഇതൊക്കെ നിർത്തലാക്കേണ്ട സംഭവമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇത് ഈ ഫീൽഡ്, സിനിമ എന്ന് പറയുന്ന ഫീൽഡിൽ മാത്രമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളുള്ളത്. ആക്ച്വലി സിനിമ ഫീൽഡിലുണ്ട്. ഇത് ഏറ്റവും കൂടുതലുള്ളത് സർക്കാർ ജോലിക്കാർക്കിടയിലാണ്. അത് നിങ്ങൾ വിശ്വസിക്കുമല്ലോ. സിമ്പിളായിട്ടും പറയുകയാണ്, സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ഇടയിലാണ്, സർക്കാർ സേവനങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ നടക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചാൽ, പ്രത്യേകിച്ച് പോലീസ് ഫീൽഡിൽ. അപ്പം ഈ സേനാ ഫീൽഡിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ പുറത്ത് വന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, ഇനി പുറത്ത് വരാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പോലെ തന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് വേണ്ടി ഈ പ്രൈമറി ഒരു കമ്മീഷൻ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കെന്നല്ല, പൊതുവേ നമ്മൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകളോട് നമുക്ക് സംസാരിക്കുമ്പോൾ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരുടെ വായിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. ആക്ച്വലി ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ പ്രൈമറി മേലുദ്യോഗസ്ഥന് വേണ്ടി, സർക്കാർ ഉദ്യോഗസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇട്ട് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടുന്ന ഈ തൊഴിലിൽ ഇട്ട് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. സിനിമയൊക്കെ ആണെങ്കിൽ പറ്റാത്തവന് ഇട്ടിട്ട് കളഞ്ഞിട്ട് പോകാം. കാര്യം അവന് ഫെയിം എന്നുള്ളൊരിതും അല്ലെങ്കിൽ വേറെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും. പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന് പറയുന്നവരുടെ കഷ്ടപ്പാടാണ്. വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സാധനം ഉള്ളത് എല്ലാ ഫീൽഡിലും ഉണ്ട്, സിനിമയിലും അത് വളരെ അധികമാണ്. അതേപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഫീൽഡിലാണ് ഏറ്റവും കൂടുതലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഇതിനകത്ത് വലിയ അത്ഭുതങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിപ്പോൾ വലിയ ആന വാർത്തയായിട്ടൊക്കെ കൊടുത്തേക്കുന്നു. പിന്നെ തെറ്റ് ചെയ്തവർക്കെതിരെ ആക്ഷൻ എടുക്കണം, അത് മുന്നോട്ട് പോകുക തന്നെ വേണം. എന്താ പറയുന്നത്, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. വലിയ നടന്മാരൊക്കെ ഇപ്പം മോഹൻലാലിൻ്റെയൊക്കെ പേരൊക്കെ പലരും കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. എത്രമാത്രം സത്യമൊന്നും അറിയത്തില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ പാടില്ലല്ലോ. എന്തായാലും കുറേ സംവിധായകന്മാരൊക്കെ പെടും. പിന്നെ ഈ പഴന്മാരി വലിയ നിരയിൽ നിൽക്കുന്ന 12 നായകന്മാരെയൊക്കെ ഇവർ ഇതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. സോ പിന്നെ കുറേ പൂഴ്ത്തി വെച്ചത് വെളിയിൽ വരുവാണെങ്കിൽ ഇതിനകത്ത് ചിലപ്പം ഈ പഴന്മാരി സൂപ്പർ സ്റ്റാറുകളുടെയൊക്കെ ശരിക്കുള്ള മുഖമൊക്കെ വെളി വരും. പക്ഷേ ഇതൊക്കെ സർവ്വവ്യാപകമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.